Good morning. Good morning. Okay. എങ്ങനെയുണ്ട് തേർഡ് മൊഡ്യൂൾ എങ്ങനെയുണ്ട്? പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ചാപ്റ്റേഴ്സ് ടഫാണ്. ഇത്ര ടഫായി തുടങ്ങിയ ഭയങ്കര ടഫായോ? ഏയ് അല്ലേ, ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങള് അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ചിലപ്പോ ബോറിംഗ് ആയിരിക്കും, നമ്മൾ പറയുമ്പോ ഉറക്കം വരാ, ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ അല്ലെ? എക്സാം എഴുതി ഒരു ജോലി വാങ്ങിക്കണം അല്ലെ, ആ ലക്ഷ്യത്തിലോട്ടാണ് നമ്മൾ പോണത്. ഓക്കെ ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? അനലൈസ് ദ റിസർച്ച് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നെക്സ്റ്റ് ആണ് ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. എന്തായിരിക്കും ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത്ര വരെ മാർക്കറ്റിംഗ് പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്താണ് അതിൽ പറഞ്ഞത്? നമ്മള് ഈ ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ പോലെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഓർമ്മയുണ്ടാ? ആർക്കും ഓർമ്മയില്ലേ? ബേബി പ്രൊഡക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ബേബി സോപ്സ് അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസ് might consist of patients of a certain age, gender, location, prior type, or patients with certain clinical requirements. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ? ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ് നോക്കണം, ജെൻഡർ നോക്കണം, അതുപോലെ തന്നെ ടൈപ്പ്, അവരുടെ ലൊക്കേഷൻ അല്ലെ? നമ്മളിപ്പോ ഒരു ഫേസ് ക്രീം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് മെൻസ് ആണോ ലേഡീസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ലേഡീസ് ആണെന്നുള്ളൊരു ഒരു നിഗമനത്തിൽ നമ്മൾ എത്തി. എന്നിട്ട് അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബേബി, ഹിമാലയയുടെ ബേബി പൗഡർ അല്ലെ? ബേബി പൗഡർ എടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികളെ, ന്യൂ ബോൺ ബേബീസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അത് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളുടെ എന്താണ് ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ, ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്തെടുക്കുക. നമ്മൾ എന്തൊക്കെ നോക്കണം? ജെൻഡർ, ഏജ്, ലൊക്കേഷൻ, അതുപോലെ പേഷ്യന്റ് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ട് വേണം അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, ജസ്റ്റ് എന്നാലൊന്ന് പറയാം. എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് ടു ട്രീറ്റ് യങ് അത്ലറ്റ്സ്. അത്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് അത്ലറ്റ്സ്? We might consider giving tough on sports safety and first aid. കായിക താരങ്ങള്, ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ടിപ്പ് to coach and athletes at the local high schools, colleges and YMCAs. YMCAs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഈ അത്ലറ്റ്സുകൾ അല്ലെ, കായിക താരങ്ങള്, അവര് എന്താണ് അവര് നമ്മള് ഇപ്പോ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകളൊക്കെ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള അവരുടെ ചർച്ചകൾ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് അതിലൂടെ അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരെ പഠിപ്പിക്കുന്ന കോച്ചുകളോട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡുകൾ എന്താണ് കൊടുക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ.
ഇനി എന്താ, ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് എന്താണ്? ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് എന്തായിരിക്കും? ബഡ്ജറ്റ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. നിങ്ങളിപ്പോ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബശ്രീയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ആയാലും ഫോംസ് ആയാലും നമ്മള് തുടങ്ങുമ്പോൾ, ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. ഇന്ന സാധനങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ മെഷീൻസ് എടുക്കാം, മെഷീൻസിന് ഇത്ര വില നമ്മൾ നീക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, പേപ്പേഴ്സ്, ബുക്സ്, കാര്യങ്ങൾക്ക്, റെക്കോർഡുകൾക്കൊക്കെ നമ്മൾ ഇത്രയും ക്യാഷ് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതെന്താണ്? ആ ഫോം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്? അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഇത്ര എന്താണ്, ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര ക്യാഷ് നമുക്ക് വരുന്നുണ്ട്, ഇന്ന സാധനങ്ങൾക്ക് ഇന്നത് എന്നുള്ളത്, ടോട്ടൽ ഇത്രയും പണം നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്തു വെക്കാറുണ്ട് അല്ലെ. ഇപ്പൊ എന്താ പറയാ, നിങ്ങളിപ്പോ അമ്മമാരൊക്കെ ആണല്ലേ, അപ്പൊ സ്കൂൾ തുടങ്ങുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്, സ്കൂൾ ആരംഭിക്കുന്ന ജൂൺ ടൈമൊക്കെ ആകുമ്പോൾ നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ബാഗ് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് പണങ്ങൾ എല്ലാവരും പറയുന്നത് കേൾക്കാം. പാരന്റ്സ് ഒക്കെ ഇനിയിപ്പോ ചിലവ് കൂടുതലാണ്, സ്കൂളിലൊക്കെ തുറക്കാറായില്ലേ അല്ലെ, ബാഗിൽ ഇത്ര കാശ്, ബുക്സിന്, അതുപോലെ തന്നെ സ്കൂൾ ഫീസ്, യൂണിഫോം, ഇതിനൊക്കെ ഇങ്ങനെ മാറ്റി നമ്മൾ വെക്കാറുണ്ട് ഇല്ലേ? ഉണ്ട് അല്ലെ. നമ്മൾ ഏതൊരു കാര്യം നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് കുടുംബ ചെലവുകൾക്ക് അല്ലെ, പലചരക്കിന് ഇത്ര, അതുപോലെ തന്നെ കറണ്ട് ബില്ല് ഇത്ര, വാട്ടർ ബില്ല് ഇത്ര അല്ലെ, ഇത്രയും കാശ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി നീക്കി ഓരോ മാസവും നമ്മൾ വെക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ത്, ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. Examine financial information and come up with the marketing budget. Marketing budgets will be different by the type of a market a practice is in, the age of practice, and if the practice has marketed before. There is no standards for how much a practice should take. ഇവിടെ പറയുന്നത്, നമ്മൾ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് വേണം സെറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളായാലും എന്താണ്, ഇപ്പോ എന്താ, ഒരു മാസം നമുക്ക് പലചരക്ക് കടയിലേക്ക് ഇത്ര എമൗണ്ട് വേണം. അപ്പൊ എന്താണ്, നമ്മളുടെ വരുമാനം അല്ലെ, എന്താണ്, ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്, ഒറ്റ ആള് മാത്രം നമ്മുടെ കുടുംബത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അയാളുടെ വരുമാനം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അയാളുടെ വരുമാനത്തിൽ കൂടുതൽ നമ്മൾ ചെലവാക്കേണ്ടി വരുമ്പോ നമ്മൾക്ക് മിച്ചം വെക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇനി ഓരോ പ്രൊഡക്റ്റ് പ്ലാനും അനുസരിച്ച് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാം. ഓക്കെ, ഓരോ പ്ലാനും അനുസരിച്ചിട്ട്, ഓരോ പ്രൊഡക്റ്റിന്റെ പ്ലാനുകൾ അനുസരിച്ച് ചിലപ്പോ എന്താണ്, ഒരു മാസമൊക്കെ ചിലപ്പോ നമുക്ക് കൂടുതൽ മെഷീൻസ് ചിലപ്പോ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരാം അല്ലെ, പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ ബഡ്ജറ്റ്, പ്രൊഡക്റ്റിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ബഡ്ജറ്റിൽ മാറ്റങ്ങൾ വരാം. ഇനി നോക്കിയേ, ഇനി എന്താണ് ഇവിടെ പറയുന്നത്, മാർക്കറ്റ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ് ബൈ ടൈപ്പ് ഓഫ് മാർക്കറ്റ് പ്രാക്ടീസ് ഈസ് ഇൻ, ദ ഏജ് ഓഫ് പ്രാക്ടീസ്. മാർക്കറ്റ് പ്രാക്ടീസ് ഈസ് ഇൻ എന്താ പറയുന്നത്, പലതരത്തിലുള്ള സർവീസുകൾ, എത്തരത്തിലുള്ള സർവീസുകളാണ് കൊടുക്കുന്നത് ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഏജ് ഓഫ് പ്രാക്ടീസ്, എത്ര ഇയർ പരിചയമുണ്ട്. ആൻഡ് ഇഫ് the practice has marketed before, ഇതിനു മുൻപ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. There is no standards
for how much a practice should take. എന്താണ് ഇത്ര രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാനദണ്ഡം വെച്ചിട്ട് നമുക്ക് എന്നുള്ളത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്ര രൂപയ്ക്കുള്ളിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റിന്റെ പ്ലാൻ അനുസരിച്ചിട്ടൊക്കെ ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാമെന്ന് അല്ലെ. ഇത്ര രൂപയ്ക്കുള്ളിൽ നിന്ന് ഉള്ള ഒരു ഫിക്സഡ് മാനദണ്ഡം നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നോക്കിയേ, രണ്ടാമത് പറയുന്നത് നോക്കിയേ, if the practice is new, we can hope to spend 10% or more of our annual gross income the first year you carry out the plan. ഇനി നമ്മള് രണ്ട് എക്സാമ്പിൾ മിസ് പറയാം. ഒരു ന്യൂ ഷോപ്പ് ഒരാള് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അയാൾക്ക് അറിയാൻ പറ്റില്ല എത്ര നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് അല്ലെ. ഓക്കെ, അപ്പൊ അയാള് ഓൾറെഡി ഇപ്പൊ എന്താണ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ 2-3 വർഷമായിട്ട് ഒരാള് കട നടത്തി വരികയാണെങ്കിൽ അയാൾക്ക് ഇത്ര വർഷം ഇത്ര ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു ന്യൂ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റില്ല ഇന്ന സാധനങ്ങൾക്ക് ഇന്ന വിലയാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ലാഭം കിട്ടും, ഈ ലാഭത്തിനനുസരിച്ച് വേണം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ള കാര്യം അയാൾക്ക് അറിയേണ്ടതായിട്ട് വരില്ല അല്ലെ. അയാൾ എന്താണ് ഒരു ന്യൂ എന്റർപ്രണർ ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ന്യൂ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എത്രത്തിലുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, എത്ര ചെലവുണ്ടാവേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോഴേ മാത്രമാണ് ഇത്ര പെർസെന്റേജ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് ഓരോ മെറ്റീരിയൽസിനും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗ്രോസ് ഇൻകത്തിന്റെ ആനുവൽ അല്ലെ ഗ്രോസ് ഇൻകത്തിന്റെ ഒരു 10% നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ. നമ്മൾ അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ന്യൂ ഷോപ്പ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഗ്രോസ് ഇൻകത്തിന്റെ 10% എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പില് അല്ലെങ്കിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത് ഡിറ്റർമൈനിങ് ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് വേണം സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്ലാൻ അനുസരിച്ച് ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വായിച്ചു നോക്കിയേ. ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്.
എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ സ്ട്രാറ്റജി? എന്തായിരുന്നു സ്ട്രാറ്റജി? തന്ത്രങ്ങളല്ലേ. ഓക്കെ. മാർക്കറ്റിംഗില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുകളിലും സർവീസ് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പൊ എന്താണ് ഒരു ബിസിനസ്സിലോട്ട് മാറിക്കഴിഞ്ഞല്ലോ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് കൂടുതൽ പേഷ്യൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സം ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് provide patient satisfaction training സെക്ഷൻ 2 സ്റ്റാഫ് എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് സെക്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുക. ആ സ്റ്റാഫുകൾക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ വരുന്ന പേഷ്യൻസിന് സംതൃപ്തി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താ? ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം within the practice website to get right of the need to telephone of office from an appointment. നിങ്ങൾക്കറിയാം ഇപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ്? ത്രൂ ഓൺലൈൻ വഴിയാണ് നടക്കുന്നത് അല്ലെ. വെബ്സൈറ്റുകളിലൂടെയൊക്കെയാണ് നമുക്ക് നടത്തുന്നത് അല്ലെ. ഇപ്പോ പേഷ്യൻസിനായാലും അവരുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള ഡേ, ഇഷ്ടമുള്ള ഡോക്ടറെ ഇഷ്ടമുള്ള ടൈമിൽ അവർക്ക് ഷെഡ്യൂളിങ് ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മൾ അടുത്ത അടുത്ത ചാപ്റ്ററിൽ അടുത്ത 4th മൊഡ്യൂളിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വഴി ഈ പേഷ്യൻസിന് അവരെ ഡോക്ടറെ കാണുന്നത് അവർക്ക് തന്നെ സെൽഫായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോ അടുത്ത ആഴ്ച ബുധനാഴ്ച ഇന്ന ഡോക്ടർ 10 മണിക്ക് എന്നുള്ളത് നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ്? സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, സംതൃപ്തരായിരിക്കും. പിന്നെ എന്താ? മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. എന്താ ഉദ്ദേശിക്കുന്നത്? ഡെക്കർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ്? എന്താണ് ഡെക്കർ എന്ന് പറഞ്ഞാല്? നമ്മൾ കയറി ചെല്ലുമ്പോ ഹോസ്പിറ്റലിലെ അവിടെ കയറി ചെല്ലുമ്പോ തന്നെ കാണുന്നത് ഏത് റൂമാണ്? ഏത് റൂമാണ് കാണാം? അലങ്കരിക്കണം അല്ലെ. ഓക്കെ. റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ എൻക്വയറി റിസപ്ഷൻ ഏരിയക്കാണ് കാണുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മള് ചിലവര് പറയാറുണ്ട് അല്ലെ, മുതിർന്ന ആളുകൾ പറയാറുണ്ട്, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ നല്ല രീതിയിൽ അടക്കം ചിട്ടയോട് കൂടിയിട്ട് നമ്മള് നല്ല രീതിയിൽ വെടിപ്പാക്കി ഇടണം അല്ലെങ്കിൽ അടിച്ചു വാരി ഇടണം എന്നൊക്കെ അല്ലെ. അടക്കം ചിട്ടയായിട്ട് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് അടക്കം ചിട്ടയോട് കൂടിയിട്ട് ഇടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ്? വീട്ടിലേക്ക് വരുന്ന ആൾക്കൊരു സംതൃപ്തിയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. അത് എന്ത് ചെയ്തിടണം? ഡെക്കറേറ്റ് അല്ലെ, നല്ല രീതിയിൽ അലങ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടക്കം ചിട്ടയുമായിട്ട് അവിടെ വെക്കണം, ബെറ്റർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? കസ്റ്റമേഴ്സ് വരുമ്പോ പേഷ്യൻസ് അവിടേക്ക് കയറി വരുമ്പോ ഒരു സംതൃപ്തിയാണ് അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു ഫീലിങ്സ് ആണ് കിട്ടുന്നത് അല്ലെ. പിന്നെ എന്താ? പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. നെയിം ടാഗ്സുകൾ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏതൊരു ഒരു ഓർഗനൈസേഷനിലായാലും ഏതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലായാലും ഏതൊരു മാർജിൻ ഫ്രീ ഷോപ്പിലായാലും നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ എന്തുണ്ടാവും? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തുണ്ടാവും? നെയിം ടാഗ്സ് ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നെയിം ടാഗ്സ് കൊടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടായിരിക്കാം നെയിം ടാഗ്. ഇപ്പൊ കുട്ടികൾക്കായാലും സ്കൂളിലൊക്കെ പോകുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി എന്താ? കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഇപ്പൊ ഒരു പുതിയൊരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുമ്പോ
നമുക്കറിയാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി ചെല്ലുന്നത് കാണാം, പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എത്തുന്നത് അല്ലെ. എനിക്ക് അറിയാൻ പറ്റില്ല ലാബ് എവിടെയാണ്, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, പീഡിയാട്രിക് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല അല്ലെ. അത്തരത്തിലുള്ള നിലകള് 3, 4, 5 നിലകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ പെട്ടെന്ന് നമ്മൾ കയറി ചെല്ലുമ്പോ ഒരു പുതിയതായിട്ടുള്ള ഒരു പേഷ്യന്റ് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് സ്ഥലങ്ങൾ എന്നൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യൻസിനെ, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന്റെ കൂടെ അവരൊരു അവിടെയുള്ള സ്റ്റാഫിനെ അയക്കും. അപ്പോ അവര് പറഞ്ഞു തരും ഇന്നതാണ് റേഡിയോളജി റൂം, അല്ലെങ്കിൽ ലാബ് എവിടെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോയാൽ മതി. അപ്പൊ എന്താണ്, അതൊക്കെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതാണ് call for staff to introduce themselves to new patient എന്ന് പറയുന്നത്. ഇനി എന്താ, കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യൻസ് വിത്തിൻ 3 days of their appointments. ഇനി ഡിസ്ചാർജ് ആയി, അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിനെ വിത്തിൻ 3 daysനുള്ളിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ടെലിഫോൺ കോൾ ആയിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കണ്ടീഷൻ മോശമാണോ അല്ലെങ്കിൽ കണ്ടീഷൻ ബെറ്റർ ആണോ, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെലിഫോൺ ഇന്റർവ്യൂ നടത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വിത്തിൻ 3 daysനുള്ളിലാണ് അവരിങ്ങനെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പേഷ്യൻസിനെ വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് അല്ലെ, ഹാപ്പി ഫീലിംഗ് ആയിരിക്കും വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ആ പേഷ്യൻസ് മറ്റുള്ളവരോടും പറയാനായിട്ട് ഇടവരുന്നുണ്ട്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിച്ചു, നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങള് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റുള്ള പൊതുജനങ്ങളും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്താ പറയാ, ഒരു തന്ത്രങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാല്. എന്താണ്, ഹോസ്പിറ്റലിന്റെ ഒരു തന്ത്രങ്ങളായിട്ടാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ സ്റ്റാഫ്, ഡെവലപ്പ് പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്ത് ദ പ്രാക്ടീസ് വെബ്സൈറ്റ് ടു get rid of the need to telephone the office for the appointment, make the reception room decker better, provide name tags for staff, call for staffs to introduce themselves to each new patients, conduct a post encounter telephone interviews with the new patient within 3 days of their appointment. Okay. ഇനി നെക്സ്റ്റ് നോക്കാം, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. എന്താണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാല്, എന്താ മീനിങ് ഇംപ്ലിമെന്റേഷൻ? എന്താണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാല്, നടപ്പിലാക്കുക. ഓക്കെ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് സമയപട്ടിക. ഓക്കെ, ഡെവലപ്പ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. ഓക്കെ, സമയപട്ടിക നടപ്പിലാക്കുക. ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻസ് വിൽ ബി ഡൺ വെൻ ഓർ ആൻഡ് ബൈ ഹൂം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല്, ഇറ്റ്സ് എ ടൈം ലൈൻ that shows which marketing actions will be done when and by whom. എന്താണ് ഈ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ അല്ലെ, മാർക്കറ്റിംഗ് ആക്ഷൻസ് എന്ന് പറഞ്ഞാല് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖ, അതിനെയാണ് നമ്മള് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോ ഒരു HL കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പോ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, മൺഡേ ഇന്ന ടീച്ചർ 10:30 തൊട്ട് 11:30 വരെ ഇന്ന ടീച്ചർ, ഇനി 11:30 തൊട്ട് 12:30 വരെ ഈ ടീച്ചർ എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നു അല്ലെ.
ഓഫീസിൽ നിന്ന്. അതെന്താണ്, നിങ്ങൾക്ക് ആ ടൈം ഒരു സമയരേഖയാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു സമയരേഖ, അതിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. When creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether there are enough resources such as staff, time and money to fulfill the necessary task. എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങള് കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ പറയുന്നത്, പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസുകൾ ഉണ്ടാവുമല്ലോ, അവയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അവയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ നിലവിലുള്ള സർവീസുകളെ ബാധിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പറഞ്ഞത്, പുതിയ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള വിഭവങ്ങള് അവിടെ അവൈലബിൾ ആണോ. ഏതൊക്കെയാണ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാല്, സ്റ്റാഫുകൾ ഉണ്ടോ, ടൈം അതിനുണ്ടോ, അതുപോലെ തന്നെ മണി അല്ലെ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. പുതിയ വിഭവങ്ങള്, പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ അവിടെ എന്താണ്, ആ സമയത്ത് ആ സർവീസിന്, നിലവിലുള്ള സർവീസിന് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ സർവീസ് തുടങ്ങാനായിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടോ. വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് സ്റ്റാഫ്, ടൈം, മണി എന്നിവയാണ്. ഇതൊക്കെ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഒന്ന് വായിച്ചു നോക്കിയേ. സ്ട്രാറ്റജീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഓക്കെ, നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവാലുവേഷൻ പ്രോസസ് ആണ് നോക്കാം. ഇവാലുവേറ്റ് plans frequently by comparing your progress with the implementation schedule. എന്താണ്, പുതിയൊരു കാര്യം
അതുപോലെ തന്നെ പഴയ ഒരു സർവീസുമായിട്ട് കമ്പയർ നമ്മൾ ചെയ്യുമ്പോൾ പുതിയ സർവീസിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തല്ലേ, നമ്മൾ ഇംപ്ലിമെന്റേഷൻ സെറ്റ് ചെയ്തപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസും അതുപോലെ തന്നെ പുതിയൊരു സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു അല്ലെ. അപ്പൊ ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഇവാലുവേഷൻ പ്രോസസ് ആണ്, നമ്മൾ വിലയിരുത്തല്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ സെറ്റ് ചെയ്തപ്പോ പുതിയൊരു കാര്യവും പഴയ ഒരു കാര്യവും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോ പുതിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് പുരോഗതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. There are several ways you can judge the result of our progress. ഇനി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തപ്പോ അതിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ഏതൊക്കെ വേയിലൂടെ, ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് സർവേ സ്കോർസ് അല്ലെ, പേഷ്യന്റ് സർവേ വെച്ചിട്ട് നോക്കാം. റഫറൽ സോഴ്സസ്, കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസുകൾ ശേഖരിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇൻക്രീസ്ഡ് ഇൻകം അല്ലെ, പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നു, അപ്പൊ അങ്ങനെ നമുക്ക് ഇൻകം ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരെ ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതിന് പ്രോഗ്രസ് ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. ഇനി എന്താ, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് അല്ലെ, ന്യൂ പേഷ്യൻസ് ഇൻക്രീസ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഡിക്രീസ് കംപ്ലൈൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരത് ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, പുതിയൊരു കാര്യവും പഴയ ഒരു കാര്യവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു കാര്യത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് കുറെ കാര്യങ്ങൾ, കുറെ വഴികളിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത് പേഷ്യന്റ് സർവീസ് കോഴ്സ്, റഫറൽ സോഴ്സസ്, ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, ഡിക്രീസ്ഡ് കംപ്ലൈൻസ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും വരെയാണ് നമ്മുടെ എന്തിന്റെ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. നമ്മളിപ്പോ എലമെന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. 7 എലമെന്റ്സ് എന്തിന്റെയാണ്, മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റ്സ് ആണ് നമ്മൾ ഇത്രയും വരെ പറഞ്ഞു നിർത്തിയത്. ഇനി സെക്കൻഡ് എന്താണ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് പോർഷൻ ആണ്. എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ is the noticeable of any of the marketing mix variables. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മാർക്കറ്റിംഗ്സ് അല്ലെ, 4 P's ഓഫ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഏതൊക്കെയാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് വാരിയബിൾസ് 4 P's ഓഫ് മാർക്കറ്റിംഗ് ഓർമ്മയുണ്ടോ? പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ, പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോ 4 P's ആൻഡ് ഫോർ മാർക്കറ്റിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തില്, ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെ. ഓക്കെ, പ്രമോഷനൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, 4 P'സും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. Marketing communications consist of number of elements that make up the marketing communication mix. അപ്പൊ എന്താണ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ മിക്സിംഗ്, നമ്പർ ഓഫ് എലമെന്റ്സിന്റെ മിക്സിംഗ് ആണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്? അഡ്വർടൈസിങ്, നമുക്ക് അതുവഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അല്ലെ. പേഴ്സണൽ സെല്ലിങ്, വ്യക്തിഗത വിൽപ്പന, അതുപോലെ തന്നെ സെയിൽസ് പ്രമോഷൻ, വിപണിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിൽപ്പന, പ്രൊഡക്ടിവിറ്റി, പബ്ലിസിറ്റി, പിന്നെന്താ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. പിന്നെന്താണ് സൈബർ മാർക്കറ്റിംഗ്. സൈബർ മാർക്കറ്റിംഗ് എന്താണ്, ഓൺലൈൻ അല്ലെ,
വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് സൈബർ മാർക്കറ്റിംഗ്. ഇതിലൂടെയൊക്കെ നമുക്ക് ആളുകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ ഇതാണ് കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള്? അഡ്വർടൈസിങ് പറഞ്ഞു, പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞു, സെയിൽസ് പ്രൊമോഷൻ പറഞ്ഞു, പബ്ലിസിറ്റി പറഞ്ഞു, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ലാസ്റ്റ് വൺ സൈബർ മാർക്കറ്റിംഗ്. ഓക്കെ, ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, few marketing methods are health education campus, awareness programs for consumers, medical camps, website marketing to different referral avenues such as corporate insurance companies, smaller healthcare organization, including in international patient through medical tourism and promotional packages for various options. ഇവിടെ പറയുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇവിടെ മെത്തേഡ്സിൽ എന്താ പറയുന്നത്? ഈ മാർക്കറ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ് അല്ലെ, ക്യാമ്പുകൾ നടത്താം. അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ക്യാമ്പ് ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ പറഞ്ഞത് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ഒക്കെ. പിന്നെ എന്താണ്? ഈ ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുമായിട്ട് ടൈഅപ്പ് ഉണ്ടാവും. അങ്ങനെയും വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഇന്റർനാഷണൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അല്ലെ, പുറം രാജ്യത്തുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ ഇവിടെ ടൂറിസം ബേസ്ഡ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ. അവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർക്ക് കൂടുതൽ പ്രമോഷൻ പാക്കേജുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്? ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫുൾഫിൽ by developing smart and sensible advertising and marketing campaigns. അപ്പൊ എന്താണ്? ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ സമർത്ഥവും വിവേകപൂർണവുമായിട്ടുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിക്കണം. അതായത് ഇപ്പോ ആഡുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. പല ആഡുകളും ഇപ്പോ എന്താണ്, സിനിമ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ കൂടി ഇങ്ങനെ ആഡുകൾ വരും. ദേഷ്യം വരാറുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോ കാണുന്ന ഒരു ഇതിലായിരിക്കാം, പെട്ടെന്ന് പരസ്യം വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പൊ അങ്ങനെ പരസ്യങ്ങൾ വരാറുണ്ട് അല്ലെ. 1-2 മിനിറ്റ് ഒക്കെയാണ് പരസ്യങ്ങൾ വരുന്നത്. പക്ഷെ ആ പരസ്യങ്ങളുടെ കൺസെപ്റ്റ് എന്താണെന്ന് അല്ലെ, ഒരു 1 അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ മിനിറ്റിനുള്ളില് ഈ പരസ്യങ്ങള് ആളുകളുടെ മനസ്സിൽ ശ്രദ്ധ പിടിച്ച് പറ്റാൻ തക്ക രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കണം. കൺസെപ്റ്റ് മനസ്സിലാവണം, അതുപോലെ തന്നെ അട്രാക്റ്റീവും ആയിരിക്കണം. പെട്ടെന്ന് തന്നെ തീരുകയും വേണം. അല്ലെങ്കിൽ കുറെ നേരമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആളുകൾക്ക് എന്താണ്, മുഷിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ആഡുകൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ചെറിയ ടൈമിലും പക്ഷെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകൾ, പരസ്യ വിപണന ക്യാമ്പയിനുകൾ വേണം വികസിപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ എന്താ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് should consist of well structured media mix to include press releases, print, television, radio and web. അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകൾ നടത്താനായിട്ട് പറ്റാറുണ്ട്. ഈ പ്രസ് റിലീസസ് എന്ന് പറഞ്ഞാൽ പത്രക്കുറിപ്പുകൾ പത്രത്തിലൂടെ, അതുപോലെ പ്രിന്റ്, ടെലിവിഷൻ വഴി, റേഡിയോസ്, ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പേപ്പർ പത്രത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയൊരു നോട്ടീസ് ഒക്കെ പോലെയുള്ള എന്താ ആയുർവേദത്തിന്റെ ചികിത്സകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരാറുണ്ട്. ഈ നോട്ടീസുകൾ അവർ അടിച്ചെടുക്കാറുണ്ട്. അതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. പ്രിന്റുകളാണ്. അതുപോലെ തന്നെ പത്രത്തില് ന്യൂസുകൾ കാണാൻ പറ്റും. ടെലിവിഷനിലൂടെ പല ആഡ്സുകൾ നമ്മൾ
കാണുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയോ, ഓൺലൈൻ മീഡിയാസ് ഒക്കെ വഴി പല പല പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, എന്നിട്ട് നമുക്ക് വായിക്കാം. മാർക്കറ്റിങ്ങിന്റെ ഡെഫിനേഷൻ പഠിക്കാം കേട്ടോ. 3 ഡെഫിനേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അതുപോലെ മാർക്കറ്റിങ്ങിന്റെ സെവറൽ ഫങ്ഷൻസ് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ പഠിക്കാനുള്ളത് 4 P's ഓഫ് മാർക്കറ്റിംഗ്. അതുപോലെ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ഡാഷ് ചോദിക്കാറുണ്ട്. സ്ട്രാറ്റജി പഠിച്ചു വെക്കാം. മാർക്കറ്റിംഗ് മിക്സ് എന്താണ് ചെറുതാക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത്, അതിന്റെ എയിം ഓർത്ത് വെക്കണം. പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണ്, പ്രൊമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. അതുപോലെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓർത്ത് വെക്കാം. എലമെന്റ്സ് പഠിക്കാം കേട്ടോ. മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റ്സ് പഠിക്കാം. മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അത് ഓർത്ത് വെക്കാം. അതുപോലെ പ്രൈമറി മാർക്കറ്റ് റിസർച്ച്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ചോദിക്കാറുണ്ട്, അതും കൂടി ഇതിനകത്ത് പഠിക്കാം. പിന്നെ വരുന്നത് ഈ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. പ്രോഗ്രസ് നോക്കേണ്ട എന്തൊക്കെയാണ് സെവറൽ ബേസ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നോട്ടീസബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇത്രയും മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ബാക്കിയുള്ളത് വായിച്ചു വെക്കാം. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? മാർക്കറ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.
ഓക്കെ, മാർക്കറ്റിംഗിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കൃത്യമായിട്ട് വായിച്ച് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഓഡിറ്റ്. ഓഡിറ്റ് ജസ്റ്റ് ഒന്ന് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറയാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പേജ് നമ്പർ കിട്ടിയൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, എന്താണ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? എന്തായിരിക്കാം ഓഡിറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? വരവ് ചിലവ് കണക്കുകളൊക്കെ. ഓക്കെ, വരവ് ചിലവ് കണക്കുകൾ ഇത് നമ്മള് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെയാണ് കറക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ഇത് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലില് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നിശ്ചിത സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോ അതെന്താണ്, ആ നിലവാരത്തിലോട്ട് ഹോസ്പിറ്റലുകൾ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റലുകൾക്കും ഓരോ നിശ്ചിത നിലവാരം സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഹോസ്പിറ്റലുകൾ എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോ എന്താണ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഓഡിറ്റുകൾ ഉണ്ട്. അത് എന്താണ് നിലവാരത്തിൽ ഇത്ര സ്റ്റാൻഡേർഡ്സിനുള്ളിൽ അവർ ആ നിലവാരം പുലർത്തുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ്സിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് രജിസ്റ്റർ ഉണ്ടാവും, മെഡിക്കൽ റെക്കോർഡ്സ്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയും കൂടി നമ്മൾ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. വരവ് ചിലവ് കണക്കുകൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് ഓരോ ഹോസ്പിറ്റലുകൾക്കും വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടോ, നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഓഡിറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ ഇത്? ഓഡിറ്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? മതി, ഓക്കെ. അപ്പോ അതെ ഞാൻ പറഞ്ഞില്ലേ ഓഡിറ്റ് എന്താണ്, നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്, എന്താണ്, അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റ്, പലതരത്തിലുള്ള ഓഡിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഓഡിറ്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ മെത്തേഡുകൾ പഠിക്കാനുണ്ട്, ടൈപ്സുകൾ പഠിക്കാനുണ്ട്. അതിനെ കുറിച്ച് കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോ ടൈം ഉണ്ടാവില്ല, അത് പറഞ്ഞു വരുമ്പോഴത്തേനും ടൈം കുറവാണ്. അതുകൊണ്ടാണ്
ടൈം ആകും, അതുകൊണ്ടാണ് മിസ് എടുക്കാത്തത്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് എടുത്താൽ മതിയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാർക്കറ്റിംഗിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് ആ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവാട്ടോ. മോക്ക് ടെസ്റ്റ് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ലേ എല്ലാവരും? തേർഡ് മോഡ്യൂളിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടോ എല്ലാവരും? മെയിൻ എക്സാമിന് ഗൈഡ് നോക്കി പഠിക്കാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ. ഇല്ല, ഗൈഡ് വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, ടൈം ആകുമ്പോ വാങ്ങിക്കാനാണോ? വാങ്ങിച്ചു. ഓക്കെ, ചിലവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. ടൈം ആകുമ്പോ വാങ്ങിച്ചാലും മതി. ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട്? പറഞ്ഞില്ലല്ലോ എന്നോട്. എങ്ങനെയുണ്ട് മാർക്ക്? ഷെമിനയ്ക്ക് എത്ര മാർക്ക് ഉണ്ട്? പാസ്സായി. ഓക്കെ, നീനു എത്ര മാർക്ക് ഉണ്ട്? മാർക്ക് ഒന്ന് പറയോ? 85. ചിത്രയ്ക്ക് എന്ത് പറ്റി? മാർക്ക് കുറഞ്ഞു പോയോ? ഓക്കെ, 74, 81. നല്ല മാർക്ക് ഉണ്ടല്ലോ. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടല്ലോ. 15 മേലെ ഉണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല സ്കോർ ആണ്, കുഴപ്പമില്ല. ഇതുപോലെ തേർഡും ഫോർത്തും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു പോയി. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ശ്രദ്ധ കൊടുത്ത് പഠിക്കാം. സ്ട്രെസ് കൊടുത്ത് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ശരിയാണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. ഇന്നത്തെ സമയം നന്നായിട്ട് പഠിച്ച് ചെയ്താട്ടോ ചിത്രം. ഓക്കെ, കുഴപ്പമില്ല, മാർക്ക് ഉണ്ട്. എന്നാലും മിസ് പറഞ്ഞതാണ്. തിരിഞ്ഞു പോയി അല്ലേ? ഓക്കെ, സാരില്ല. നെക്സ്റ്റ് എക്സാമിൽ നമുക്ക് കവർ ചെയ്യുള്ളത്. ഓക്കെ, ഓക്കെ. അത് നിങ്ങൾ ഫസ്റ്റ് ടൈം എഴുതുന്ന എക്സാം ആയതുകൊണ്ട് ചിലപ്പോ ഒരു പേടി ഉണ്ടാവാം, ചിലപ്പോ എങ്ങനെയാണ് ടെൻഷനൊക്കെ ഉണ്ടാവാം അല്ലെ? അതൊക്കെ ആയിരിക്കാം. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.